ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, നാം ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കാം. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഒത്തിരിയേറെ സന്തോഷത്തോടെ നേരുകയാണ്. ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ തിരുസഭ നമുക്കായി നൽകുന്ന വചനഭാഗങ്ങൾ മറ്റുള്ള ആഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ചെറിയ വചനഭാഗങ്ങളാണ് ധ്യാനത്തിനായി നമുക്കായി നൽകപ്പെടുക. ആയതിനാൽ തന്നെ ഈ വചനഭാഗങ്ങളിലെ ഓരോ വ്യക്തികളെയും കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ഈ വചനഭാഗങ്ങളിലെ ഓരോ വ്യക്തികളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 3 വ്യക്തികളെ മാത്രമാണ് ഈ 3 വചനഭാഗങ്ങളിലും നാം കാണുക. 1 പിതാവായ ദൈവം, 2 പുത്രനായ കർത്താവായ യേശു ക്രിസ്തു, 3 ദേശാധിപതിയായി ഗവർണറായി വാണിരുന്ന പീലാത്തോസ്. ഈ 3 വ്യക്തികളുടെയും സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഈ 3 വ്യക്തികളുടെയും വ്യക്തിത്വത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഈ വചനഭാഗങ്ങളുടെ സന്ദേശം നമുക്ക് ഈ ഞായറാഴ്ച സ്വീകരിക്കാം. ഏറ്റവും ആദ്യമായിട്ട് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്കാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മെ ആനയിക്കുക. ദാനിയേൽ പ്രവാചകൻ്റെ ദർശനങ്ങൾ 7-ാം അധ്യായം 13-14 വചനങ്ങളാണ് ആദ്യ വചനഭാഗത്ത് നാം വായിക്കുക. ദാനിയേൽ ദർശനങ്ങളെ തുടർച്ചയായിട്ടാണ് 7-ാം അധ്യായത്തിലെ 13-ാം വാക്യത്തിലെ മനുഷ്യപുത്രൻ്റെ ദർശനവും പിതാവായ ദൈവത്തിൻ്റെ ദർശനവും ദാനിയേൽ പ്രവാചകന് നൽകപ്പെടുക. ദാനിയേൽ പ്രവാചകൻ്റെ ഇതുവരെയുള്ള എല്ലാ ദർശനങ്ങളും ഭൂമിയിലെ എല്ലാ ജീവികളെയും കുറിച്ചാണെങ്കിൽ ഈ ദർശനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാനിയേൽ പ്രവാചകൻ നമ്മെ സ്വർഗീയ ദർശനത്തിലേക്ക് നയിക്കുകയാണ്. അവിടെ പിതാവായ ദൈവം ഉപവിഷ്ടനായിരിക്കുന്നു. പ്രവാചകൻ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്, ഒത്തിരിയേറെ സിംഹാസനങ്ങൾ ഒരുക്കപ്പെട്ടു. ആ സിംഹാസനങ്ങളിൽ ഏറ്റവും ഉന്നതമായ സിംഹാസനത്തിൽ പുരാതനായവൻ, അപ്രകാരമാണ് പിതാവായ ദൈവത്തെ ദാനിയേൽ പ്രവാചകൻ വിശേഷിപ്പിക്കുക. ആദ്യം മുതലേ ഉള്ളവൻ, എക്കാലത്തേക്കും ഉള്ളവൻ ഉപവിഷ്ടനാകുന്നു. ഇപ്രകാരം പുരാതനായവൻ്റെ മുന്നിലേക്ക് പുത്രനായ ദൈവം ആനയിക്കപ്പെടുന്നു. ഇവിടെ പുത്രനായ ദൈവം എന്ന് എപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ, പുത്രനായ ദൈവത്തെ ഇവിടെ വിശേഷിപ്പിക്കുക വാനമേഘങ്ങളുടെ അകമ്പടിയോടെ വരുന്നവൻ എന്നാണ്. പുരാതനായവനായ പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാ സൃഷ്ടികളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മനോഹരമായ ദർശനം എല്ലാ പ്രവാചകന്മാരും തന്നെ പഴയ നിയമം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം സകല ജനങ്ങളും സകല മാലാഖമാരും സകല വിശുദ്ധരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്നിധിയിലേക്കാണ് പുത്രനായ ദൈവം ആനയിക്കപ്പെടുക. അവിടെ പുത്രനായ ദൈവത്തിന് രാജത്വവും മഹത്വവും എല്ലാ അധികാരങ്ങളും നൽകപ്പെടുന്നു. ആയതിനാൽ തന്നെ നിത്യനായ ദൈവത്തിൻ്റെ രാജത്വത്തിൽ പുത്രനായ ദൈവം പങ്കുചേരുന്നു എന്ന്, അല്ലെങ്കിൽ നിത്യനായ ദൈവത്തിൻ്റെ രാജത്വം പുത്രന് നൽകുന്നതായിട്ട് ദാനിയേൽ പ്രവാചകൻ നമ്മോട് സംസാരിക്കുന്നു. രണ്ടാമതായിട്ട് നാം കാണുന്ന വ്യക്തിത്വം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം 3 വചനഭാഗങ്ങളിലും വളരെ സ്പഷ്ടമായി നമുക്ക് ധ്യാനിക്കാനായിട്ട് കഴിയും. ആദ്യത്തെ വചനഭാഗത്ത് പുത്രനായ ദൈവത്തെ വിശേഷിപ്പിക്കാൻ നാം കണ്ടതുപോലെ തന്നെ വാനമേഘങ്ങളോടുകൂടെ വരുന്ന മനുഷ്യപുത്രൻ എന്ന്. വാനമേഘങ്ങളിൽ വരുന്നവൻ തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവാണ്. പണ്ഡിതമതം ഒരുപാട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും വാനമേഘങ്ങളോടെ വരുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പ്രധാന പുരോഹിതൻ
നീ ദൈവത്തിൻ്റെ പുത്രനാണോ, നീ ഉന്നതനാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന ഉത്തരം ഇപ്രകാരമാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം 64 മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ അകമ്പടിയോടെ വരുന്നത് നിങ്ങൾ ദർശിക്കും. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനാകുന്നത് നിങ്ങൾ ദർശിക്കും. വാനമേഘങ്ങളുടെ അകമ്പടിയോടെ വരുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ രണ്ടാമത്തെ വചനഭാഗത്ത് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ ശ്ലീഹ അവതരിപ്പിക്കുക ഒത്തിരിയേറെ വിശേഷങ്ങളോടുകൂടെയാണ്. ഒരുപാട് വിശേഷണങ്ങൾ വെളിപാടിൻ്റെ പുസ്തകം 1 അധ്യായം 5 മുതൽ 9 വരെയുള്ള ഈ 5 വചനഭാഗങ്ങളിൽ ഒരുപാട് വിശേഷണങ്ങൾ നമ്മുടെ ധ്യാനത്തിനും അപ്പുറത്ത് നമുക്ക് സമയമെടുത്ത് ധ്യാനിക്കാൻ കഴിയാവുന്ന വിശേഷണങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകുക. ഒന്നാമതായിട്ട് ഇപ്രകാരം നാം കാണുന്നു. മദറിൽ നിന്നുള്ള ആദിജാതൻ, ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതി ആയവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, സ്വന്തം രക്തത്താൽ നമ്മെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചവൻ, പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പുരോഹിതരായി നമ്മെ മാറ്റിയവൻ, വാനമേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നവൻ, കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടവൻ, ആയിരിക്കുന്നവൻ, ആയിരുന്നവൻ, വരാനിരിക്കുന്നവൻ, സർവശക്തനുമായ കർത്താവായ ദൈവം. ഇപ്രകാരം ഒരുപാട് വിശേഷണങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് നൽകപ്പെടുന്നുണ്ട്. ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിന് നൽകപ്പെടുന്ന വിശേഷണങ്ങളിൽ ആദ്യ വചനഭാഗമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് വാനമേഘങ്ങളുടെ അകമ്പടിയോടെ വരുന്നവൻ എന്ന വിശേഷണമാണ്. വീണ്ടും സുവിശേഷ വചനഭാഗത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അവിടെ വെച്ചുള്ള പിലാത്തോസിൻ്റെ വിചാരണയിൽ നാം കാണുന്നു കർത്താവിനെ രാജാവായിട്ട് അവിടെ വായിച്ചറിയാൻ, അടുത്തറിയാൻ നമുക്ക് കഴിയുന്നു. ഇപ്രകാരം പുത്രനായ ദൈവത്തിൻ്റെ നിരവധിയായ വിശേഷണങ്ങളിലൂടെ ഒരു ധ്യാനയാത്ര തന്നെ നമുക്ക് ഈ ഞായറാഴ്ചയിലെ വചനഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കാവുന്നതാണ്. മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുക പീലാത്തോസാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപിൽ രാജത്വത്തെക്കുറിച്ച്, രാജാവിനെക്കുറിച്ച് ചിന്തിക്കാൻ പീലാത്തോസിൻ്റെ സാന്നിധ്യം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. പീലാത്തോസ് ലോകം അടക്കി വാഴുന്ന സീസറിൻ്റെ പ്രതിനിധിയാണ്. ഇവിടെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ലോകം അടക്കി വാഴുന്ന സീസറിൻ്റെ പ്രതിനിധിയായ പീലാത്തോസ് രാജാവായി, സമാധാന രാജാവായി കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ രാജത്വം ആരുടേതാണ്, ആരാണ് നിത്യമായി വാഴുന്നവൻ എന്ന ചിന്ത നമ്മിൽ ഈ ഒരു രംഗം ഉണർത്തുന്നുണ്ട്. അവിടെയാണ് ആദ്യത്തെ വചനഭാഗം നമ്മെ കൂടുതലായിട്ട് സഹായിക്കുക. പീലാത്തോസിനോട് കർത്താവ് ഉറച്ച ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ രാജാവാണ്, അതിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അവിടെ ഈ ലോകത്തിലേക്ക് ഞാൻ വന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ലോക ജീവിതത്തിൽ കർത്താവിൻ്റെ ജനനത്തിന് മുൻപ് അവിടത്തേക്കൊരു ജീവിതം ഉണ്ട്, അവിടുന്ന് ആദ്യം മുതലേ ഉള്ളവനാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്ന കാര്യം തന്നെയാണ് ദാനിയേൽ പ്രവാചകൻ്റെ ദർശനത്തിലും നാം കാണുന്നത്. കാരണം അവൻ പിതാവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സിംഹാസനത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെട്ടവനാണ് എന്നുള്ളത്. ആയതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ ധ്യാനിക്കാനായിട്ട് രണ്ട് ചിന്തകൾ മാത്രം നമുക്ക് ഈ 3 വചനങ്ങൾ സ്വീകരിക്കാൻ കഴിയും. ഒന്ന്, വാനമേഘങ്ങളിൽ വരുന്നവൻ, വാനമേഘങ്ങളുടെ അകമ്പടിയോടെ വരുന്നവൻ. രണ്ടാമതായിട്ട് നിത്യനായ ഒരുവൻ, അവനാകട്ടെ നിത്യനായ രാജ്യത്വവും മഹത്വവും അവന് ഉള്ളതാണ് എന്നുള്ള ചിന്ത 3 വചനഭാഗങ്ങളും നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്രകാരം ഇന്നത്തെ വചനഭാഗങ്ങളിലെ 3 പേരിലൂടെയും നാം സഞ്ചരിച്ച് കഴിയുമ്പോൾ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ നമുക്കിപ്രകാരം
ഒന്ന് ചുരുക്കാം. ഒന്നാമതായിട്ട്, ചരിത്രപരമായ ഒരു അന്വേഷണം ഈ വചനഭാഗങ്ങളിൽ നാം നടത്തിയാൽ സന്ദേശം വളരെ വ്യക്തമായി നമുക്ക് ലഭ്യമാകും. ചരിത്രപരത എന്തായിരുന്നു? ആദ്യത്തെ വചനഭാഗത്തിൻ്റെ ചരിത്രം ഇപ്രകാരം ആയിരുന്നു. ലോകം അടക്കിവാണ ഒരുപാട് വ്യക്തിത്വങ്ങൾ. ബാബിലോൺ രാജവംശം, സിറിയ രാജവംശം, പേർഷ്യൻ രാജവംശം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിൽ വന്ന മസഡോണിയൻ രാജവംശം, റോമൻ സാമ്രാജ്യം. ഇപ്രകാരം അടക്കിവാണ സാമ്രാജ്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആദ്യ വചനത്തോട് നാം ചേർത്ത് വെക്കുമ്പോൾ അന്ത്യോക്കസ് എപ്പിഫാനോസിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ ജനത മതമർദ്ദനങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോഴുള്ള രാജത്വവും മഹത്വവും അത് നിത്യമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് നിത്യമായ രാജ്യത്വവും മഹത്വവും ദൈവത്തിനുള്ളതാണ് എന്ന ദർശനത്തിലൂടെ ദാനിയേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ അറിയിക്കാൻ ഒരു വലിയ പ്രത്യാശയാണ് ഈ വചനഭാഗം നൽകുക. നിങ്ങളെ അടിച്ചമർത്തുന്ന മഹാസാമ്രാജ്യവും രാജ്യത്വവും എല്ലാം കടന്നു പോകും. നെബൂഖദ്നേസർ രാജാവിന് ഉണ്ടായ ദർശനം ദാനിയേൽ പ്രവാചകൻ വിശദീകരിക്കുന്നത് പോലെ എല്ലാ മരങ്ങളും എല്ലാ കൊമ്പുകളും മുറിച്ച് നീക്കപ്പെടും, അധികാരം നെഞ്ഞിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. ഇവിടെ യഹൂദ ജനതയ്ക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശ ദാനിയേൽ പ്രവാചകൻ പങ്കുവയ്ക്കുന്നു. എല്ലാ മഹത്വവും രാജ്യത്വവും ദൈവത്തിൻ്റേതാണ്. അതിനാൽ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സഹനങ്ങളെല്ലാം വെറും ക്ഷണികമാണ്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പീഡനങ്ങൾ ക്ഷണികമാണ്. കാരണം രാജ്യത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ എല്ലാം സർവശക്തനായി നിലകൊള്ളുന്ന ഉന്നതനായവൻ നമ്മുടെ കർത്താവായ ദൈവം മാത്രമാണെന്ന് ദാനിയേൽ പ്രവാചകൻ തൻ്റെ ദർശനത്തിലൂടെ ജനത്തിന് ആശ്വാസത്തിൻ്റെ പ്രതീക്ഷയുടെ വചനങ്ങൾ നൽകുകയാണ്. രണ്ടാമത്തെ വചനഭാഗത്തിൻ്റെ ചരിത്രപരത നാം അന്വേഷിച്ചു പോയാൽ അവിടെയും ദർശിക്കുന്നത് ഇതാണ്. പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ആദിമസഭ റോമാ സാമ്രാജ്യത്തിൻ്റെ നീരാളി പിടുത്തത്തിൽ മതപീഡനങ്ങളിലൂടെ ആദിമസഭ കടന്നു പോകുമ്പോൾ അവിടെ യോഹന്നാൻ ശ്ലീഹ തൻ്റെ വെളിപ്പാടിലൂടെ ആദിമസഭയോട് പറയുന്ന കാര്യമിതാണ്. നിങ്ങൾ ചെറിയ അജഗണമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം രാജത്വമായിട്ടുള്ളത്, മഹത്വപൂർണ്ണമായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതിനാൽ നിങ്ങളുടെ സഹനങ്ങളും പീഡനങ്ങളും അവയെല്ലാം ക്ഷണികമാണ്. എല്ലായ്പ്പോഴും വിജയം വരിക്കുക ദൈവത്തിൻ്റെ രാജ്യത്വവും ദൈവത്തിൻ്റെ മഹത്വവുമാണ് എന്നുള്ള ചിന്ത, സന്ദേശം രണ്ടാമത്തെ വചനഭാഗം വെളിപാടിൻ്റെ പുസ്തകം യോഹന്നാൻ ശ്ലീഹ തൻ്റെ ദർശനത്തിലൂടെ നമുക്ക് നൽകുന്നു. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധിയായി നിലകൊള്ളുന്ന പീലാത്തോസിനെ ചോദ്യം ചെയ്യുകയാണ്. കാരണം നിൻ്റെ രാജ്യം, നിൻ്റെ രാജ്യത്വം, നിൻ്റെ അധികാരം അതെല്ലാം ക്ഷണികമാണ്. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള നിൻ്റെ അധികാരവും മഹത്വവും എല്ലാം ക്ഷണികമാണ്. എൻ്റെ രാജ്യത്വം, എൻ്റെ മഹത്വം അതാണ് നിത്യമായി നിലകൊള്ളുന്നത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പീലാത്തോസിനോട് ഉറച്ച ഭാഷയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ രസകരമായ ഒരു കാര്യം സാമുവേലിൻ്റെ പുസ്തകം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൽ ജനം നിലവിളിക്കുന്നു. സാമുവേലിനോട് ജനം പറയുന്നു, നിനക്ക് പ്രായമായി, നിൻ്റെ മക്കൾ ഞങ്ങളെ നയിക്കാൻ യോഗ്യരല്ല, അതിനാൽ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. സാമുവേൽ ദുഃഖിതനായി മാറുന്നു. ദുഃഖിതനായി മാറിയ സാമുവേൽ ദൈവത്തിൻ്റെ പക്കൽ ചെന്ന് പരാതി പറയുന്നു. ദൈവമേ, ഇവർക്ക് രാജാവിനെ വേണമെന്ന് ഇവർ പറയുന്നു. സാമുവേലിൻ്റെ ദുഃഖം ഇതായിരുന്നു. ജനം സാമുവേലിനെ ഉപേക്ഷിച്ചു എന്നുള്ള ഒരു സങ്കടം, വ്യക്തിപരമായ ദുഃഖം സാമുവേലിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ യഹോവ സാമുവേലിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. സാമുവേലേ, നിന്നെയല്ല ജനം പരിത്യജിച്ചത്, എന്നെയാണ്, രാജാവായ എന്നെയാണ് ദൈവം പരിത്യജിച്ചത്.
നാം അത്ഭുതത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് രാജാവായി തീർന്നത് എന്ന്. ദൈവം എന്നും രാജാവായിരുന്നു. അതാണ് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായം 7-ാം വചനം നമ്മോട് ദൈവമായ കർത്താവ് തൻ്റെ വചനത്തിലൂടെ പറയുക. റാമായിൽ വെച്ച് സാമുവേലിനോട് ദൈവം പറഞ്ഞ വചനം ഇതാണ്: രാജാവായ എന്നെയാണ് എൻ്റെ ജനം നിഷേധിക്കുക, രാജാവായ എന്നെ തന്നെയാണ് എൻ്റെ ദൈവം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ ഓർക്കുക, പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ കീർത്തനത്തിൽ മോശയും ജനങ്ങളും അത്യധികം സന്തോഷത്തോടെ ആലപിക്കുന്നുണ്ട്: വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ വലതുഭാഗത്തുണ്ട്, ധീരയോദ്ധാവിനെ പോലെ. അപ്പോൾ കർത്താവ് ആദ്യം മുതലേ ഇസ്രായേൽ ജനത്തിൻ്റെ വിശ്വാസികളെ രാജാവായി നിലകൊണ്ടവനാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നു, രാജാക്കന്മാരുടെ രാജാവാണ് ദൈവമെന്ന്. എല്ലാ പ്രവാചകന്മാരും ജനതകൾക്കെതിരെ തങ്ങളുടെ വിധി പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. എന്താണ് അവകാശം? പ്രവാചകന് എന്താണ് അധികാരം? ഇസ്രായേൽ ജനത്തിന് എതിരെ പ്രവചിച്ചാൽ മതിയില്ലേ എന്നുള്ള നമ്മുടെ സംശയത്തിന് ദൈവം നൽകുന്ന ഉത്തരം ഇതാണ്: ഞാൻ ഇസ്രായേലിൻ്റെ മാത്രം രാജാവല്ല, ഞാൻ വിശ്വാസികളുടെ മാത്രം രാജാവല്ല, ഞാൻ മറിച്ച് ലോകം മുഴുവൻ്റെയും എല്ലാ രാജ്യങ്ങളുടെയും രാജാവാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും ഇസ്രായേലിനെതിരെ യൂദയായിക്കെതിരെ പ്രവചിക്കുന്നത് പോലെ തന്നെ അവർ മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെയും പ്രവചിക്കുന്നുണ്ട്. കാരണം ദൈവം എല്ലാ രാജ്യങ്ങളുടെയും ലോകം മുഴുവൻ്റെയും രാജാവായി വിധി നടത്തുന്നവനാണ് എന്നുള്ള കാഴ്ചപ്പാട് വചനത്തിൽ എല്ലായിടത്തും ശക്തമായി നിലകൊള്ളുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലെ രാജാവായിട്ട് നമുക്ക് സ്വീകരിക്കാം. ദൈവത്തെ രാജാവായി സ്വീകരിക്കാം. നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്ന ലോകത്തിൻ്റെ ക്ഷണികമായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. എല്ലായ്പ്പോഴും ഭാരത ദർശനം പ്രാർത്ഥിച്ചതുപോലെ നിത്യ അനിത്യ വസ്തു വിവേക, ആ ഒരു വിവേകം, നിത്യമായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്, സമാധാനപൂർണമായിട്ടുള്ളത്, നിത്യനായ രാജാവായ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് വചനങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോഴാണ് ശാശ്വതമായിട്ടുള്ള സമാധാനവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള ചിന്ത നമ്മിൽ ആഴപ്പെടട്ടെ. നമുക്കവിടത്തോട് പ്രാർത്ഥിക്കാം: കർത്താവായ യേശു ക്രിസ്തുവേ, നിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എപ്പോഴും ഉണ്ടാകണമേ എന്ന്.